ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ യോനോ SBI മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്കിൻ്റെയും അതുപോലെ ഫെഡറൽ ബാങ്കിൻ്റെ, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ, കനറ ബാങ്കിൻ്റെ ഏത് ബാങ്കിൻ്റെ അക്കൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് ATM കാർഡ് ഇല്ലാതെ UPI ID ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി പ്ലേ സ്റ്റോറിൽ യോനോ SBI എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ കാണുന്ന അലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ രജിസ്റ്റർ ചെയ്യണം, അതായത് ATM കാർഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് UPI ID ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. ഞാനിവിടെ UPI ID ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പെർമിഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് നിങ്ങൾ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ ആ ഒരു മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് വരുന്നതാണ്. നിങ്ങൾക്ക് വന്ന 1 ടൈം പാസ്വേഡ് ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ അക്കൗണ്ടുകളും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണപ്പെടും. നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് പ്രൈമറി അക്കൗണ്ടായിട്ട് ആഡ് ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ആയിട്ട് നിങ്ങളുടെ UPI പിൻ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം താഴെയുള്ള റൈറ്റ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ഒരു MPIN സെറ്റ് ചെയ്യണം. നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ഒരു MPIN ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് പണം ട്രാൻസ്ഫർ ആകുകയുള്ളൂ. അതിനായി സെറ്റ് MPIN എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ആയിട്ട് ന്യൂ MPIN എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ 4 അക്ക MPIN ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ താഴെയുള്ള ബോക്സിലും മുകളിൽ കൊടുത്ത അതേ MPIN തന്നെ താഴെയും ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബയോമെട്രിക്സ് എനേബിൾ ചെയ്യണമെങ്കിൽ ആ ഒരു സ്വിച്ച് എനേബിൾ ചെയ്യുക, അല്ലെങ്കിൽ ലേറ്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ലേറ്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബാലൻസ് ചെക്ക് ചെയ്യാം, അതുപോലെ മണി ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ ഓൺലൈൻ സർവീസുകളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ ATM കാർഡില്ലാതെ യോനോ SBI മൊബൈൽ ആപ്ലിക്കേഷനിൽ UPI ID ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയോ കനറ ബാങ്കിൻ്റെയോ ഇനി ഏത് ബാങ്കിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.